അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഞാനൊരു കാര്യം പറയുമ്പോൾ ഇന്നോടും കൊണ്ട് വിരോധം തോന്നരുത്. ഇന്നലെ ലഹരി കേസിൽ അറസ്റ്റിലായ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്, ഫാത്തിമ നസ്റിൻ. കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയാണ്. നമ്മുടെ ഈ നാട്ടിൽ ലഹരി കേസിൽ പിടിയിലാകുന്നവരിൽ നല്ലൊരു പങ്കും മുസ്ലിങ്ങളാണ്. ലഹരിയും മദ്യത്തിനുമെതിരെ ഇത്രയധികം വാക്കുകൾ പറഞ്ഞാൽ അത് ഹറാമാണ്, ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഈ മതത്തിൻ്റെ ഉള്ളിലെ ആളുകൾ തന്നെയാണ്, അതും പെൺകുട്ടികളടക്കം ഈ കേസിൽ പിടിയിലാവുന്നത്. കോഴിക്കോട് നിന്ന് പിടിച്ചത് 3 കോടി രൂപയിലേറെ വില വരുന്ന മയക്കുമരുന്നായിട്ട് പിടിച്ചത് ആരെന്നറിയോ? ഫാത്തിമ നസ്രി. ഇൻസ്റ്റയിലൊക്കെ വലിയ ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞിട്ട് പല പെൺകുട്ടികളുമായിട്ടും കൊളാബ് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ഒരു പെൺകുട്ടി, കൂടെ ഷെഫീഖ് എന്ന പേരൊരാൾ. ഇവർ രാജസ്ഥാനിൽ നിന്നാണ് ഇവർ ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നത്. എന്നിട്ട് കോഴിക്കോട് പന്തീരങ്കാവിൽ പോലീസിന് സംശയം തോന്നിയിട്ട് രഹസ്യവിവരം കിട്ടിയിട്ടാണ് പോലീസ് അത് പിടിച്ചു നോക്കിയിടുമ്പോൾ ഈ അവരുടെ കാറിൻ്റെ ബോനറ്റിൽ നിന്നാണ് ഈ ഒരു 3 കോടി രൂപയുടെ വില വരുന്ന 3 കിലോൻ്റെ MDMA ക്രിസ്റ്റൽ. കോഴിക്കോട് വൻ ലഹരി മരുന്ന് വേട്ട. 2 കിലോയിലധികം തൂക്കം വരുന്ന MDMA ആണ് പിടികൂടിയിരിക്കുന്നത്. വാഹന പരിശോധനയ്ക്കിടെ എക്സൈസ് സ്ക്വാഡാണ് പിടികൂടിയത്. കൊണ്ടോട്ടി സ്വദേശി ഷെഫീഖ്, അടിവാരം സ്വദേശി ഫാത്തിമ നസ്രീൻ എന്നിവരാണ് MDMAയുമായി കോഴിക്കോട് പന്തീരങ്കാവ് ടോൾ പ്ലാസയ്ക്ക് സമീപം വെച്ച് പിടിയിലായത്. അപ്പോൾ ഈ ഒരു ഫാത്തിമ നസ്ർ എന്നുള്ള ഇൻഫ്ലുവൻസർ എന്തിനാണ് അവൻ്റെ പിന്നാലെ പോണത്? ഇപ്പോൾ എല്ലാ മുസ്ലിം പെൺകുട്ടികളും ഈ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കപ്പിനാണ് ഇൻഫ്ലുവൻസർ ആവുക. ഇൻഫ്ലുവൻസറായിട്ട് ഇവരുടെ പിന്നിൽ നടക്കുന്നത് ഈ മയക്കുമരുന്നും വേണ്ടാതീനങ്ങളും. നമ്മളിത് ഹറാമാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊള്ളരുതാത്തവനും നമ്മൾ പിന്തിരിപ്പനുമായിട്ട് മാറി. ഈ ആരോ ഉസ്താദാണോ ഉപദേശിക്കാൻ? ഏതെങ്കിലും ഉസ്താദുമാർ ഇവരെ കുറിച്ച് വീഡിയോ ഇട്ടാലോ അവരൊക്കെ ഇടുന്നിട്ട് ഈ എന്തിനാ ഞങ്ങളുടെ കാര്യം നോക്കണം, ഈ എൻ്റെ കാര്യം നോക്കിയാൽ പോലെ എൻ്റെ മതം പിന്തിരിപ്പനാണ് എന്ന് പറഞ്ഞാൽ ഉസ്താദ് തളർത്തി ഒരു വൈക്കിടും. അപ്പോൾ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ കൂടെ നടക്കുന്ന വേറൊരു പെൺകുട്ടിക്ക് പറയേണ്ടി വന്നു, ഞാൻ അതിൻ്റെ പെട്ട ആളല്ല, ഞാൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് നിരപരാധിത്വം ഒഴിവാക്കേണ്ട ഒരു വീഡിയോ പോലും ഈ അറസ്റ്റിലായ ഫാത്തിമ നസ്റിൻ്റെ കൂടെ വീഡിയോ ഇട്ടിരുന്ന ഒരു സൗഹൃദമുള്ള ഒരു പെൺകുട്ടിക്ക് പറയേണ്ടി വന്നു. ഹലോ, ഞാൻ തനുവാണ്. അപ്പോൾ ഇതാരും സ്ക്രോൾ ചെയ്യല്ലോ കേട്ടോ. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാണ്ട്. ഇപ്പോൾ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും ന്യൂസ് ചാനലിലാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ഫുള്ളും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പന്തീരങ്കാവിൽ നിന്ന് MDMA പിടിച്ചത്. അതിലുള്ള ആ ഗേൾ എന്ന് പറഞ്ഞ ഫാത്തിമ നസ്രീൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് വിചാരിച്ചിട്ട് ഓളെ കൂടെ ഉള്ള ഒരു ഫോട്ടോ ഓളെ ഇൻസ്റ്റയിൽ ഉണ്ടേനു. ഇതിൽ സീൻ എന്താണെന്ന് വെച്ചാൽ ഓളും ഇൻസ്റ്റയിൽ വീഡിയോ ഒക്കെ ഇടുന്ന ആളാണ്, ഞാനും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടലുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ വീഡിയോയും പോസ്റ്റും ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഈ ഒരു പ്രശ്നം വെച്ചിട്ട് ഓളെ കൂടെ നടക്കുന്ന ആൾക്കാരെ അതുപോലെ അന്ന് സൊസൈറ്റി ഒന്നായിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ട് എനിക്ക് അത്രയും സൈബർ ബുള്ളിങ് വരുന്നുണ്ട്. മെസ്സേജ് ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും അത്രയും ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് മെസ്സേജ് വരുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്ന മാതിരി തന്നെയാണ് ഞാനും അറിഞ്ഞത്. ഇൻസ്റ്റ തുറന്നു നോക്കിയപ്പോഴും യൂട്യൂബ് തുറന്നു നോക്കിയപ്പോഴാണ് ഈ പ്രശ്നം ഞാനും അറിയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരാളെ കാര്യം അറിയാണ്ട് അങ്ങനെ മോശക്കാരാക്കണ അത്ര നല്ല സ്വഭാവമല്ല. ഇതിലിപ്പോൾ എൻ്റെ ചെറിയ കുട്ടീനെ വരെ ആൾക്കാർ ജഡ്ജ് ചെയ്ത് പറയാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതത്ര ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാനും ഓളൊരു ഫ്രണ്ടായിരുന്നു എന്ന് മാത്രം, അതിലുപരി ഓളെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യം എനിക്കില്ല. ഓളത് യൂസ് ചെയ്യുന്നുണ്ടോ ഓളത് വിൽക്കുന്നുണ്ടോ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ ജസ്റ്റ് ഫ്രണ്ട് ആ ലെവലിൽ വീഡിയോ എടുക്കുന്നത്, ഫോട്ടോ ഇടുന്നത്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും തമ്മിൽ ഇടുന്ന മാതിരി തന്നെയാണ് ഞാൻ ഇട്ടത്. അതിന് എത്ര മോശമായ രീതിയിൽ എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യണതും എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കണതും എനിക്ക് ഇൻസ്റ്റ ഒന്നും തുറക്കാൻ തന്നെ കഴിയണില്ല. ഇൻസ്റ്റ, വാട്സപ്പ്, ഫോണൊന്നും തുറക്കാൻ കഴിയില്ല. അത്രയും സൈബർ ബുള്ളിങ് ഇപ്പം എനിക്ക് വരുന്നുണ്ട്. ഒരു 4-5 മണിക്കൂറിൻ്റെ അടുക്ക് അത്രയും സൈബർ ബുള്ളിങ് എനിക്ക് വരുന്നുണ്ട്. ഒരാളെ കാര്യം അറിയാണ്ട് തെറ്റുകാരാക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല. ഫാത്തിമ നസ്റിൻ്റെ കാര്യം മാത്രമല്ല, ഇന്നലെ കോഴിക്കോട് തന്നെ വേറൊരു മുസ്ലിം ചെറുപ്പക്കാരും ഒരു ഹിന്ദു പെൺകുട്ടിനെയും പിടിച്ചു. ആ ഹിന്ദു പെൺകുട്ടിനെയും പിടിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവനും കുറേ വർഗീയവാദികളുണ്ടല്ലോ, ഇത് മുസ്ലിങ്ങൾ മനഃപൂർവ്വം ഹിന്ദു പെൺകുട്ടികളെ ലഹരിക്ക് ഇത് ലഹരി ജിഹാദാണ്, നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയാം. ആ ജിഹാദാണ്. കാരണം ഇതിൽ ആണ് പെണ്ണ് വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ ലഹരിക്കെതിരെ, മയക്കുമരുന്നിനെതിരെ ഇത്രയധികം ശബ്ദിച്ചൊരു മതം വേറുണ്ടോ? എന്നിട്ട് എവിടെ നിന്നാണ് ഇവർക്ക് ഇത്തരം സ്വഭാവങ്ങൾ കിട്ടുന്നത്? നിങ്ങൾ കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ നടന്ന മയക്കുമരുന്നിലെ പ്രധാന വേട്ടകൾ എടുത്ത് നോക്കിക്കോ. നിർഭാഗ്യകരെന്ന് പറയട്ടെ, അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആളുകളുണ്ട്. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിൽ ചെന്ന് ചാടുന്നത് ആരാണ്? ഇതുപോലെയുള്ള പെൺകുട്ടികൾ. പലപ്പോഴും ഈ കേസിൽ ഭാര്യയും ഭർത്താവ്, കാമുകനും കാമുകിയും. ഈ അടുത്തൊരു യുവതിനെ പിടിച്ചു. ആ യുവതി ഗതികേട് കൊണ്ടാണ് അത്ര ഭർത്താവിൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഈ പണിക്ക് ചെയ്തത്. ലഹരി കേസിൽ പിടിച്ചു. ലഹരി കേസിൽ പിടിച്ചത് നല്ലൊരു കാണാൻ ഭംഗിയുള്ള വലിയൊരു തറവാട്ടിലെ സ്ത്രീ, നല്ല പർദ്ദയൊക്കെ ധരിച്ച്, മുഖമൊക്കെ നല്ല മഫ്തിയൊക്കെ ധരിച്ച് നടക്കുന്ന ഈ പെൺകുട്ടിക്ക് ഭർത്താവിനോട് പറയാതെ വീട്ടിലെ ദാരിദ്ര്യം കാരണം ഭർത്താവിൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഈ ഒരു ബിസിനസ്സിന് സഹായിക്കാൻ നിൽക്കലുണ്ട്. പാർസൽ വരുന്ന സാധനം കളക്ട് ചെയ്ത് വെക്കുക, ആൾക്കാർക്ക് കൊടുക്കുക. ഈ പാർസൽ കൊണ്ടുവരുന്നത് ഈ സാധനമാണ്, ലഹരിയാണ്. ഇൻഫ്ലുവൻസർ ഏത് പെൺകുട്ടിയാണ്? ഞാൻ ഇൻഫ്ലുവൻസറാണ്. ഈ ഇൻഫ്ലുവൻസർമാരെ തല്ലിങ്ങൾ കാണണം.
വേറൊരുത്തൻ്റെ ഭാര്യയുടെ കൂടെ നടക്കുക, വേറൊരുത്തൻ്റെ ഭർത്താവിൻ്റെ കൂടെ നടക്കുന്ന വീഡിയോ ഇടുക, ആകെ ഒളിച്ചോട്ടം, സഫ, മല്ലു, ലല്ലു. കല്യാണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കല്യാണത്തിലെ ആർഭാട്, വാബാസു, ആരേക്കല, മാപ്പിളാരെ കയ്യിൽ എന്തൊരു കാര്യം അതിൻ്റെ ഹുർമത്ത് നശിപ്പിക്കുന്ന ഒരു വിഭാഗമായിട്ട്. ഇപ്പം ഞാൻ അത് പറയുമ്പോൾ എന്നോട് വിരോധമുള്ളവരാണ്, ഈ മാപ്പിളാരെ കാര്യം പറയുക ആരാണ്, ആ രീതിയിലാണ് മാപ്പിളാർ വളരെ പെർഫെക്റ്റാണ്. അതൊക്കെ നിങ്ങൾ പറഞ്ഞു വെച്ചോളൂ, കിതാബിൽ അവിടെ ഉണ്ടാകും പെർഫെക്റ്റ് ആണെന്നത്. ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഞാൻ പറഞ്ഞത്. പണത്തിൻ്റെ ഹുങ്ക് കാണിക്കുക, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാൻ എന്ത് തോന്നിവാസം കാണിക്കുക, വലിയ ആചാരവും ജോലി സ്മഗ്ലിംഗ് ഉള്ളൊരു കാലുണ്ടായിരുന്നു. അറബി പൊന്ന് എന്ന് പറഞ്ഞിട്ട് MTയുടെ ഒരു പുസ്തകമുണ്ട്. അതിൽ കാണാം മാപ്പിളാർ എങ്ങനെ രീതിയിലാണ് കാശ് ഉണ്ടാക്കിയിരുന്നുള്ള പഴയ കാലത്തൊരു ചിത്രം. ഏതൊരു പെൺകുട്ടിക്കും ഒരു ഐഫോണും കിട്ടിയ ഒരു ഇതാണ്. പിന്നെ ഓള് ഇൻഫ്ലുവൻസറാണ്. പിന്നെ ഇൻഫ്ലുവൻസർ ആയ പിന്നെ കുടുംബത്തിൻ്റെ അണ്ടറിൽ നിന്ന് പോയി, പിന്നെ സോഷ്യൽ മീഡിയയിൽ ആരുമായിട്ടും കൊളാബ് ചെയ്ത് ഇങ്ങനെ നടന്ന് പണി എന്താണ്. ഇപ്പോൾ അടുത്തൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു ഷെഫീഖ്, ഓൻ്റെ പേര് ഷെഫീഖ് തന്നെയാണ്, ഓനെ പിടിച്ചു. ഓൻ എല്ലാ കേസിലും പ്രതിയാണ്. ഓൻ ഈ കക്കൂസിലെ ഒഴിച്ച വെള്ളം ഉണ്ടല്ലോ, സെപ്റ്റി ടാങ്കിൽ നിന്ന് എടുക്കുന്ന വെള്ളം, അത് കൊണ്ടുപോയിട്ട് ജനവാസ കേന്ദ്രങ്ങൾ കൊണ്ടിടും. ഓനെ പോലീസ് പൊക്കി, ഓനെ പൊതുശല്യമായിട്ട് ജനം പ്രഖ്യാപിച്ചതാണ് ആ നാട്ടുകാർ. അപ്പോൾ പുറമേക്ക് ഇൻഫ്ലുവൻസർ, ഇനി മയക്കുമരുന്നിന് അടിമപ്പെടുന്ന മുസ്ലിം പെൺകുട്ടി ഈ ഒരു ഇൻഫ്ലുവൻസർ മാത്രമല്ല, ഈ അടുത്ത് വേറൊരു കൊച്ചി ഒരുത്തിനെ പിടിച്ചു. ഓളും ഇതൊക്കെ ഇട്ട് നടക്കുന്ന ആളുകളില്ല. അപ്പോൾ ഇതൊന്നൊരു ഞെട്ടിക്കുന്നൊരു വാർത്ത അല്ലാതായിട്ട് മാറി. എന്ത് തമ്മാടത്തരം ചെയ്താലും വേണ്ടില്ല, നമ്മളുടെ കയ്യിൽ എന്തുണ്ടായാൽ മതി, കാശുണ്ടായാൽ മതി, നമുക്കതിൽ ഈമാനും ഇസ്ലാമൊന്നും ഇല്ല. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്. ഇങ്ങനെ മുസ്ലിം ആളുകളുടെ കൂടെ കേസിലകപ്പെട്ട വല്ല ഹൈന്ദവ സുഹൃത്തുക്കളോ വല്ല ക്രിസ്ത്യാനികളോ കണ്ട സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വരുന്നത് നാർക്കോട്ടിക് ജിഹാദ് കണ്ടില്ലേ. ഇവർക്ക് ഇതന്നെ പണി, കാശുണ്ടാക്കാൻ വേണ്ടി ഇവർ ഈ ഹിന്ദു പെൺകുട്ടികൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് എന്ത് പറ്റിച്ചുകൊണ്ടിരുന്നത്, ഓരോരുത്തരും പ്രണയം നടിച്ചു കൊണ്ടുപോയിട്ട് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ പഴി മുഴുവനും ഇത് ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടോ? അപ്പോൾ ഈ മക്കളൊക്കെ എവിടെ പോകണം, എന്താ പോകണം, ഹോസ്റ്റലിൽ പഠിക്കുന്നതാണോ, ഇൻഫ്ലുവൻസറാണോ, ഒന്ന് നോക്കിക്കാളെ. പല ആൺകുട്ടികളും വീട്ടിൽ നിന്ന് ഇറങ്ങിയവർ 2 മണി ഉണ്ടാകുമ്പോൾ ഞാൻ പുറത്തേക്ക് പോവാ, രാത്രി 2 മണിക്കും 1 മണിക്കും നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യണ്ടേ? ഇതെന്ത് വീട്ടിൽ കിടന്ന് ഉറങ്ങി? ഇതാണ് തലമുറ. പോണോണ്ട് പ്രശ്നം ഉണ്ടായിട്ടൊന്നുമില്ല, പക്ഷെ പോയിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഇവരാരുമായിട്ടാണ് പരിപാടി. അതുകൊണ്ടും ആണാവട്ടെ പെണ്ണാവട്ടെ ഈ ലഹരിക്ക് അഡിക്റ്റാണോ? ചിലർ സ്വയം ലഹരി ഉപയോഗിക്കില്ല, ഇതിൻ്റെ ഈ കരിയർമാരായിട്ട് മാറാൻ. പുറത്തൊക്കെ പഠിക്കാൻ പോണ പലരുടെയും കഥ ഇതാണ്. ഈ ഇൻഫ്ലുവൻസർമാരെന്ന് പറഞ്ഞിട്ട് കുറേ വൃത്തികെട്ട വർക്കുണ്ട്. എന്ത് ഇൻഫ്ലുവൻസിങ് ആണ് ഇവർ സൊസൈറ്റിക്ക് നടത്തിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മക്കൾക്കെല്ലാം കൊടുക്കുകയാണ്. പ്രണയിച്ചാൽ പ്രശ്നമല്ല, 9 പഠിക്കുന്ന കുട്ടി പ്രണയിച്ചാലും ഉമ്മാക്കുപ്പാക്കും പ്രശ്നമല്ല. എൻ്റെ അടുത്ത് വരുന്ന കേസാണ്. 8 പഠിക്കുന്നുള്ളൂ, പ്രണയിച്ചോട്ടെ എന്ന് കരുതുന്ന സമൂഹം. എന്നിട്ട് ഇവർ വഴിതെറ്റിപ്പോയാൽ അപ്പോഴും ഇവർ കരഞ്ഞിട്ട് അപ്പോൾ പേരാർക്കാണ് മദ്രസ പഠിപ്പിക്കും. മദ്രസയിൽ എന്ത് പഠിപ്പിക്കാനായിട്ട്? ആകെ 7ാം ക്ലാസ് വരെ. മദ്രസ ലിസ്റ്റൊക്കെ മാറി. മദ്രസയിൽ ഇപ്പോൾ 5ാം ക്ലാസ് പൊതുപരീക്ഷ ഇല്ലാതായി, അതിന് 6ാം ക്ലാസ്സിലേക്ക് മാറാൻ പോകണം. 6ലാണ് പൊതുപരീക്ഷ. 7ാം ക്ലാസ് പൊതുപരീക്ഷ മാറാൻ പോയിട്ട് ഇനി 8ാം ക്ലാസ്സിലാണ് പൊതുപരീക്ഷ. അങ്ങനെയും ആൾക്കാരൊക്കെ മദ്രസയ്ക്ക് വരുത്തട്ടെ എന്ന് കരുതിയിട്ടാണ്. കാരണം പൊതുപരീക്ഷ കഴിഞ്ഞാൽ പിന്നെ നിർത്തുമല്ലോ, അത് പിന്നെ 7 മാറി 8ആക്കാൻ പോവാണ്. മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. മദ്രസയുടെ കുറവാണോ? മദ്രസയുടെ എന്ത് ചെറിയ കുട്ടിക്കാലത്ത് നടന്ന മദ്രസയ്ക്ക് എന്ത് പ്രശ്നമോ? ഇതൊന്നുമല്ല, കുടുംബത്തില്ലാത്ത പ്രശ്നമാണ്. മദ്രസനല്ല കുറ്റം പറയേണ്ടത്, പള്ളിക്കൽ ഉസ്താദിനല്ല കുറ്റം പറയേണ്ടത്, മഹലിനല്ല കുറ്റം പറയേണ്ടത്. നമ്മുടെ കുടുംബത്തില്ലാതെ ഇസ്ലാമിക കൾച്ചറില്ല, ഒന്നിച്ചുള്ള നിസ്കാരങ്ങൾ, ഒന്നിച്ചുള്ള ഭക്ഷണം കഴിക്കലില്ല, ഇസ്ലാമിക ആദർശം നമ്മുടെ കുടുംബത്തുണ്ടാക്കണം. അതില്ലാതെ പോയതിൻ്റെ പ്രശ്നമാണ്. ഞാനൊന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു രാജ്യത്തിൻ്റെ ഫ്ലാഗ് ഞാൻ കാണിച്ചു തരാം. ഇത് ഏത് രാജ്യത്തിൻ്റെ ഫ്ലാഗാണെന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത. ഇതൊരു മുസ്ലിം രാജ്യമാണ്, ഇതൊരു അറബ് കൺട്രിയിൽ പെടുന്ന ഒരു രാജ്യമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ രാജ്യത്താണ് ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ ചരിത്ര കേന്ദ്രങ്ങളുള്ളത്. ഈ രാജ്യത്ത് ചാവുകടലുണ്ട്. ഇത്രയൊക്കെ ക്ലൂ പറഞ്ഞാൽ പോലെ ഈ രാജ്യത്ത് ചാവുകടലുണ്ട്. അതേപോലെ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. ലൂത്ത് നബിയുടെ ഭാര്യയെ അള്ളാഹു കരിങ്കൽ പ്രതിമയാക്കി മാറ്റിയതിൻ്റെ അടയാളമുള്ളത് ഈ രാജ്യത്താണ്. ഒരുപാട് അൻബിയാക്കളുടെയും മുർസലുകളുടെയും ഒക്കെ അടയാളങ്ങളും കേന്ദ്രങ്ങളും ഈ രാജ്യത്തുണ്ട്. ഈ രാജ്യം അത്ര സാമ്പത്തിക ശേഷിയിലായിരുന്നില്ല. പ്രധാന വരുമാന മാർഗം ഈ ഒരു തീർത്ഥാടന ടൂറിസമാണ്. ഈ രാജ്യത്ത് ശുദ്ധജലം കറക്റ്റില്ല, കാരണം ഒക്കെ കടൽ വെള്ളം ഒക്കെ ശുദ്ധീകരിക്കുക. അതുകൊണ്ട് വേറെ രാജ്യങ്ങളിൽ നിന്നാണ് ശുദ്ധജലം ആ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ എണ്ണ ഒരു പ്രധാന വരുമാന മാർഗമാണ്. ഏതാണ് ഈ രാജ്യം? ഈ രാജ്യം പണ്ട് ചില യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നെങ്കിലും അത് പരാജയമായിരുന്നു ഫലം. ഇപ്പോൾ യുദ്ധങ്ങളൊന്നുമില്ലാതെ സമാധാനപ്രിയരായിട്ട് പോകുന്നൊരു രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ കയ്യിലാണ് മസ്ജിദുൽ അഖ്സയുടെ ഭരണമുള്ളത്. ഇത്രയും കൂടി ഞാൻ പറഞ്ഞുതരാം. ഏതാണ് ഈ രാജ്യം എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.